താനിപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ, ഇട്ടില്ലേ? ആ വീഡിയോ തന്നെ 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്റെയും കോക്കിന്റെയും ഉണ്ണീരെയൊക്കെ പേരിൽ വീഡിയോ എന്തുകൊണ്ട് നിങ്ങൾ ഈ സിനിമയുടെ റിവ്യൂ പറയുന്നില്ല? 2 ദിവസത്തിന് മുന്നേ ഞാൻ ബാഡ് ബോയ്സിന്റെ റിവ്യൂ എന്തുകൊണ്ട് ഈ പ്രമുഖ റിവ്യൂവേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറെ ആൾക്കാർ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അശ്വിൻ കോക്കിന്റെ റിവ്യൂ കാണുന്നില്ലായിരുന്നു, ഉണ്ണി വ്ളോഗ്സിന്റെ റിവ്യൂ കാണുന്നില്ല, ഷസാമിന്റെ വീഡിയോ കാണുന്നില്ല, എന്തുകൊണ്ടെന്ന് കുറെ ആൾക്കാർ വന്ന് കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഇവരുടെ ഒരു റിവ്യൂ വന്നിട്ടുണ്ട്. അശ്വിൻ കോക്ക് ഒഴിച്ചിട്ട് ഉണ്ണി വ്ളോഗ്സും ഷസാമും ഈ മൂവിയെ പറ്റിയിട്ട് റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഉണ്ണി വ്ളോഗ്സ് ഇതിന്റെ റിവ്യൂ ഇട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് ആയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ആ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ബാഡ് ബോയ്സിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള എബ്രഹാം എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് തന്നെയാണ്. അതായത് നീ വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം, ഞാൻ നാളെ പോലീസുകാരുമായിട്ട് നിന്റെ വീട്ടിൽ വരാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു സംഭവം. പിന്നെ ഷസാമിന്റെ റിവ്യൂവിനകത്ത് ഷസാം എടുത്തു പറയുന്നുണ്ട്, ഞങ്ങൾ റിവ്യൂ ചെയ്തില്ലെന്നും പറഞ്ഞ് ഓരോരുത്തന്മാർ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒക്കെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിനെല്ലാത്തിനും മറുപടി പറയാം. ആദ്യം തന്നെ ഉണ്ണിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹലോ, തന്റെ പേര് ഉണ്ണി വ്ളോഗ് എന്നാണോ? അതെ. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. അപ്പൊ മൂവീസ് പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. പറയൂ. താനിപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ, ഇട്ടില്ലേ? ആ വീഡിയോ തന്നെ 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ പരിപാടി പോലെ നിന്റെ വീഡിയോ ആളിനെ കൊണ്ടുവരും, ഞാൻ പോലീസിനെ കൊണ്ടുവരും, ഞാൻ പിടിച്ച് തൂക്കി എടുത്തോണ്ട് പോരും. മനസ്സിലായോ? എന്തിന്റെ പേരിൽ? ഞാൻ 1 മിനിറ്റ്, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. നീ ഇട്ട വീഡിയോ ഇപ്പൊ 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം അറിയും ഞാൻ ആരാണെന്ന്. നീ ഇട്ട വീഡിയോ നീ ഇപ്പൊ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ നീ അറിയും ഞാൻ ആരാണ്. എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണെന്ന് പോലീസുകാരുമായിട്ട് വീട്ടിൽ വന്ന് തൂക്കിയെടുത്തോണ്ട് പോകുന്നത്. അതിനു വേണ്ടി തെറ്റെന്താ ചെയ്തത്? അതായത് റിവ്യൂ പറയാനായിട്ട് എല്ലാവർക്കും എന്തോന്ന് അവകാശമുണ്ട്, മാന്യമായിട്ടുള്ള രീതിയിൽ, വളരെ മോശമായിട്ടല്ല. പ്രത്യേകിച്ച് ഈ ഒരു പടം ഇറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു റിവ്യൂ ഇടുന്നത്. ഞാൻ ഇതിന്റെ ഒരു റീസൺ തന്നെയാണ് എന്റെ വീഡിയോക്കകത്ത് പറഞ്ഞത്. കാര്യം ഈ ഒരു മൂവി ഇറങ്ങിയതിന് ശേഷം വനിതാ തിയേറ്ററിൽ മാത്രം ഞാൻ നോക്കിയിട്ട് ഭയങ്കര പോസിറ്റീവ് റിവ്യൂ, ബാക്കിയുള്ള സ്ഥലത്ത് മൊത്തം നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂ. അത് തന്നെ എനിക്കൊരു സംശയം തോന്നിയതിന്റെ പേരിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ അതിന്റെ കൂടെ ഈ പറയുന്ന മഹാന്മാരൊന്നും വീഡിയോ ചെയ്തിട്ടുമില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും ഉണ്ണി വ്ളോഗ് വീഡിയോ ഇട്ടതിന്റെ പുറവിന് തന്നെ ഈ പ്രൊഡ്യൂസറുടെ വായിന്ന് തന്നെ വരുന്ന കുറച്ച് ഡയലോഗാണ്. ഇത് സത്യം പറഞ്ഞാൽ ലിറ്ററലി ഭീഷണിയാണ്. വിളിച്ചിട്ട് പറയണം, നിന്നെ രാവിലെ തൂക്കിയെടുത്തോണ്ട് പോകും, ഞാൻ കാണിച്ചു തരാം, ഞാൻ എബ്രഹാം മാത്യു ആണ്. താൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരാളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താനുള്ള ഒരു റൈറ്റ്സ് നിങ്ങൾക്കില്ല. പിന്നെ പോലീസുകാർക്ക്, കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതാണോ മെയിൻ ആയിട്ടുള്ളൊരു പണി? ഒരു റിവ്യൂ ഇട്ടതിന്റെ പേരിൽ വന്നിട്ട് വീട്ടിൽ ഇരിക്കുന്ന ഒരാളെ വന്ന് വിളിച്ച് പിടിച്ചിറക്കിക്കൊണ്ട് പോവുക, അറസ്റ്റ് ചെയ്യുക. എന്തിന്റെ നിയമത്തിന്റെ പേരിലാണ്? എന്ത് പറഞ്ഞതിന്റെ പേരിലാണ്? അവന്റെ വീഡിയോക്കകത്ത് അവൻ ഒരു മോശമായിട്ടുള്ളൊരു വാക്കോ ഒരു രീതിയിലും പറയുന്നില്ല. മൂവി കൊണ്ട് അവന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആ മൂവി ഇഷ്ടപ്പെട്ടില്ല, അവൻ അതിന്റെ റിവ്യൂ ആണ് പറയുന്നത് എന്നും പറഞ്ഞിട്ട് തൂക്കി എടുത്തോണ്ട് എടുക്കും എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതെന്തായാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഒരാഴ്ച എന്തായാലും ഈ മഹാമാരി മെയിൻ റിവ്യൂസ് എന്ന് പറയുന്ന ആൾക്കാർ റിവ്യൂ ഇട്ടിട്ടില്ല. അതിനുശേഷം ഇന്നലെ കറക്റ്റായിട്ട് വന്ന് റിവ്യൂ ചെയ്തെന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് അതിലും വലിയൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കാര്യം ഷസാമിന് എന്തായാലും ഈ ഒരു പടം ദുബായിൽ റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നലെ കണ്ടാന്ന് തോന്നുന്നു ആ പടം റിലീസ് ചെയ്തത്. റിലീസ് ചെയ്ത സമയത്ത് പുള്ളിക്കാരൻ ഈ മൂവി കണ്ടു. അതേ ടൈമിൽ തന്നെ ഉണ്ണി വ്ളോഗും വന്ന് വീഡിയോ ഇട്ടെന്ന് ആലോചിക്കുമ്പോഴേ അത് അതിലും വലിയൊരു അതിശയം. കാര്യം രണ്ടുപേരും എന്തിനാണ് ഒരുമിച്ച് വന്ന് റിവ്യൂ ഇട്ടതെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. കാര്യം ഷസാം ഇടാത്തതിനകത്ത് റീസൺ ഉണ്ട്, ശരിയാണ്. ആ മൂവി റിലീസ് ചെയ്തിട്ട് ഏകദേശം 1 ദിവസം അങ്ങോട്ടായതേ ഉള്ളൂ. പക്ഷെ ഉണ്ണി വ്ളോഗ് ഒരാഴ്ച എടുത്തു ഈ മൂവിയുടെ ഒരു റിവ്യൂ പറയാനായിട്ട്. അത് മാത്രമല്ല, ഇത്ര കൃത്യമായിട്ട് ഉണ്ണിയെ തന്നെ എല്ലാ ആൾക്കാരും വിളിക്കുന്ന എന്തിനാണെന്ന് അറിയത്തില്ല. കുറച്ച് നാൾക്ക് മുന്നേ തന്നെ ഉണ്ണിക്ക് ഇതുപോലെ വീണ്ടും വേറെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഭയങ്കര തെറിയൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ വന്നിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരൻ ഈ റിവ്യൂ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നേരെ മറിച്ച് ഈ ഒരു ചീത്തവിളിയുടെ സാധനം തന്നെയാണ് ചാനലിൽ ഇട്ടിരിക്കുന്നത്. എന്തായാലും വാക്കുകൾ കണ്ടു നോക്കാം. അല്ല, അതിന്റെ കാരണം എന്താന്ന് പറയും? അല്ല, ഇതിന്റെ കാരണം എന്താണ്? നീ ഇപ്പൊ വീഡിയോ വീഡിയോ നീ എന്നെ ഒരാഴ്ചയായിട്ട് നീ എന്നാ ഉണ്ടാക്കുമായിരുന്നു. നീ ഇപ്പൊ നീ വീഡിയോ എന്നാ ഇട്ട നീ എന്റെ പടത്തിനെ പറ്റി ആ പറഞ്ഞ ന്യായം. ഒരാഴ്ചയായിട്ട് നീ എവിടെ പോയിരുന്നേ? എന്തുകൊണ്ടാണ് നീ എന്റെ വീഡിയോയുടെ എന്തുകൊണ്ട് നീ റിവ്യൂ ഇട്ടില്ല? സത്യമല്ലേ, ഈ ഒരാഴ്ചയായിട്ട് ഉണ്ണി എന്തുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്? അത് തന്നെയായിരുന്നു നമ്മളെല്ലാവരും ചോദിച്ചൊരു കാര്യം. അശ്വിൻ കോക്ക് പിന്നെ ചെയ്തിട്ടില്ല കേട്ടോ, അശ്വിൻ കോക്ക് വാ തുറന്നിട്ടില്ല ഈ നിമിഷം വരെ. എന്തായാലും ഉണ്ണി എന്തുകൊണ്ട് ചെയ്യാഞ്ഞ എന്ന് എനിക്കറിയാൻ വയ്യ. അതെന്തായാലും നല്ലൊരു ചോദ്യം തന്നെയാണ്.
പടം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, അത് ഞാൻ പറഞ്ഞു. പടം മോശമായിട്ടാണ് നിനക്ക് ഫീൽ ചെയ്തോ? നിനക്ക് ഇത്ര നേരം ഫീൽ ചെയ്തില്ലായിരുന്നു. നിന്റെ ഫീൽ ചെയ്യാൻ മാറ്റി തരാം ഞാൻ നാളെ രാവിലെ. അല്ല, എനിക്ക് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ മിസ്റ്റർ ബ്ലോഗ് നാളെ രാവിലെ നിന്റെ അധോഗതിയായിരിക്കും. നിന്നോട് ഇപ്പൊ ഞാൻ പറയുകയാണ്. അല്ല, അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. നിനക്ക് തോന്നുന്ന എഴുതിയാണ് ഞാൻ കൊടുക്കണ രൂപ മുടക്കുന്നേ. നിനക്ക് ഏത് ഗവൺമെന്റ് ഇത് എനിക്ക് പെർമിഷൻ തന്നിട്ടുള്ളേ? എനിക്ക് എന്റെ ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടുള്ളതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് നാളെ രാവിലെ ഞാൻ ഗവൺമെന്റ് പെർമിഷൻ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായല്ലോ? അതെന്താന്ന് ഞാൻ ചോദിക്കുന്നത്. നാളെ രാവിലെ നിന്റെ വീട്ടിൽ ഞാൻ ആളിനെ കൊണ്ടുവരാം, പോലീസിനെ കൊണ്ടുവരാം. അപ്പൊ നീ പെർമിഷൻ കാണിച്ചു. പോലീസിനല്ലേ കൊണ്ടുവരുള്ളൂ? അല്ല, പോലീസിനെ അല്ല, ഞാൻ ആരെ കൊണ്ട് നിനക്ക് എന്നാ കാണിച്ചു തരാം. എടേ, നമ്മുടെയൊക്കെ ഫോണിൽ ഇങ്ങനെയൊക്കെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത്ര ക്ഷമ കാണത്തില്ല കേട്ടോ സംസാരിക്കാൻ. ഒരാൾ വിളിച്ചിട്ട് തെറി വിളിച്ചിട്ട് നിന്നെ കാണിച്ചു തരാൻ എടുക്കടാന്ന് ഒക്കെയാണ് പറയുന്നത്. നമ്മുടെ എങ്ങാണോ ആ ഫോണിൽ വിളിച്ചെങ്കിൽ അവൻ്റെ അവസാനത്തെ വിളിയായിരിക്കും. നമ്മുടെ ഫോണിൽ വിളിച്ച് കാണിച്ചു തരാടാ, നീയൊക്കെ ചുണ ഉണ്ടെങ്കിൽ നീയൊക്കെ വീഡിയോ ചെയ്യടാ, നിന്നെ ഇപ്പം വന്ന് പോലീസോട്ട് അറസ്റ്റ് ചെയ്യടാന്നും പറഞ്ഞ് വല്ലതും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മറുപടി ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇത്രയും പേഷ്യൻസോടെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഉണ്ണിയെ സംബന്ധിച്ച് ഉണ്ണി ഒരുമാതിരി എന്താ പറയണ്ട, ഭയങ്കര കാമായിട്ട് പുള്ളിക്കാരെ ഒരുമാതിരി വരണ്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തിനാണ് വരലേണ്ടത്? കാര്യം അവൻ്റെ സ്വാതന്ത്ര്യമാണ്. അവൻ ഇത്രയോ നാളായിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് ഈ പറയുന്ന മൂവി റിവ്യൂ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരാൾ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെ പേരിൽ ഇത് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് ഒരു ആവശ്യമില്ല. ശരിക്കും ആ റിവ്യൂ അവിടെ തന്നെ കിടക്കണമായിരുന്നു. അതായിരുന്നു ശരിക്കും ചെയ്യേണ്ടത്. കാര്യം ഇങ്ങനെ കാണിക്കുന്ന പോക്കൃത്തരമല്ലേ. പടം ഇഷ്ടമല്ലെങ്കിൽ പടം ഇഷ്ടപ്പെട്ടില്ല. കാര്യം എത്രയോ വലിയ പ്രൊഡ്യൂസേഴ്സിന് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം നഷ്ടപ്പെടാൻ നമ്മൾ കാരണമാണോ? അല്ലല്ലോ. പടം കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ എല്ലാവരും പറയും. കൊള്ളാത്തില്ലെങ്കിൽ അത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? നാളെ രാവിലെ അപ്പൊ നമുക്ക് പറയാം ഏത് ഗവൺമെന്റ് ആണ് നമുക്ക് പെർമിഷൻ തന്നിരിക്കുന്നുള്ളത്. മനസ്സിലായല്ലോ? നിനക്ക് ആര് എത്ര പൈസ തന്നിട്ട് എഴുതാൻ വേണ്ടി? അയ്യോ അങ്ങനെയൊന്നും പോലെ ഇവിടെ ആരും പൈസ ഒന്നും തന്നിട്ടില്ല. ഒരുത്തന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല. നീ ആരുടെ കാശ് മേടിച്ചുള്ള ഞാൻ പറഞ്ഞു തരാം. ഞാൻ നാളെ എന്നാ പറ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ? ഞാൻ പറഞ്ഞു തരാംടാ. നീ ആരുടെ കാശ് മേടിച്ചു? അതെ, പറയാന്നേ, ആരുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിച്ചു? ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല. എടാ കൊച്ചേ, നീ കേരളത്തിലാണല്ലോ. അതെ. നീ കേരളത്തിലല്ലേ? കേരളത്തിന് പുറത്തുള്ളവരെ നിങ്ങളിപ്പോ ഒന്നും പറയൂലേ? നീ കേരളത്തിൽ പുറത്താണെങ്കിലും കേരളത്തിനകത്താണെങ്കിലും നിന്നോട് ഞാൻ പറയുന്നുണ്ടല്ലോ, നിനക്ക് പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ നീ ഇത് തുടങ്ങിക്കോ. നിന്റെ അധോഗതിയോ. ഞാൻ രണ്ട് കാര്യം പറയാം. ഒന്ന്, ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ അഭിപ്രായം പറഞ്ഞു. രണ്ട്, ആ സിനിമയുടെ റിവ്യൂ പറയാൻ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല. ഇതിനകത്ത് ഉണ്ണി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടില്ല എന്ന്. അത് എനിക്ക് തോന്നുന്നു അത് ശരിക്കും പറഞ്ഞാൽ മേ ബി സത്യമായിരിക്കും. കാര്യം ഇവർക്ക് മേടിക്കാനായിരുന്നെങ്കിൽ ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലേ? ഇവർ എത്രയോ മൂവീസിന്റെ റിവ്യൂ പറഞ്ഞിരിക്കുന്നത്. അതായത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ മെയിൻ നടന്മാർ അഭിനയിച്ച മൂവീസ് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പൈസയൊക്കെ മേടിക്കാനായിരുന്നെങ്കിൽ ഇവർക്ക് മുന്നേ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ആ പുള്ളി എടുത്ത് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലേ, നീ കാശ് മേടിച്ചതിൻ്റെ കാര്യമൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് ചുമ്മാ അത് എറിഞ്ഞു നോക്കുവാണ്. പക്ഷേ അതിനകത്ത് ഉണ്ണി ആ ഒരു വിഷയം നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. ഉണ്ണി പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, അങ്ങനെ ഞാൻ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുക. തെളിയിക്കാന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരന് പറയാനായിട്ട് മറുപടി ഇല്ല. പുള്ളി എന്താണ് വിചാരിച്ചത്? ഇത് എന്താ പറയുന്നത്, ചുമ്മാ ചെറുക്കന്മാരെയൊക്കെ പിടിച്ചൊന്ന് വിളിച്ച് വരട്ടി കഴിഞ്ഞാൽ ഇവന്മാരങ്ങ് ഡിലീറ്റ് ചെയ്തങ്ങ് പൊക്കോളും, ഞാനെന്തോ വലിയ സംഭവമാണെന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ആ പുള്ളി. ഞാൻ എൻ്റെ പൊന്ന് എബ്രഹാം ചേട്ടാ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയുമോ, നിങ്ങളുടെ മൂവി കൊള്ളില്ല എങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയും. അതിന് നിങ്ങൾ നാട്ടുകാരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് എങ്ങനെ നിങ്ങളുടെ മൂവി വന്ന് കാണും ആൾക്കാർ? നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒരു പടം ഇത്രയും കോടി രൂപ മുടക്കി നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയാണ്. അതിനകത്ത് ഒരാൾ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ നിങ്ങളുടെ പടം. ആ പടം കൊള്ളാമെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ കാണും. ഞാൻ എസ്പെഷ്യലി ഒരു കേസ് പറയാം. ഈ അശ്വിൻ കോക്കിന്റെ കേസ് എത്രയോ പടം കൊള്ളില്ല എന്ന് പറഞ്ഞേക്കുന്നു, പക്ഷെ ആ പടങ്ങളെല്ലാം അടിപൊളി പടമായിരുന്നു. പക്ഷെ എല്ലാ വട്ടവും റിവ്യൂവേഴ്സ് പറയുന്നത് കറക്റ്റാണെന്ന് ഒരു കാരണവശാലും വിശ്വസിക്കരുത്. അത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഇത്രയും പൈസ മുടക്കിയ ഒരു പടം, അതിന് നിങ്ങളുടെ തിയേറ്ററിലെ ആൾക്കാർ കയറുന്നുണ്ട് എങ്കിൽ ഇവരുടെ റിവ്യൂ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഒരാളുടെ ഫോണിലൊക്കെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ സ്വന്തം വില കൊണ്ടുവന്ന് കളയുന്ന പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇതിപ്പോൾ ഉണ്ണി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത്, വേറെ വല്ലവരെയും ഫോണിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഡയലോഗ് അടിച്ച് കഴിഞ്ഞാൽ ആരും കേട്ടുകൊണ്ടിരിക്കത്തില്ല. നിങ്ങൾ കാണിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. നീ കാശ് മേടിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. നീ എഴുതിയിട്ട് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിന്നോട് ഞാനൊന്നും എഴുതിയിട്ടില്ല. ഞാൻ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഇത്രയും തെറി വിളിച്ചിട്ടും ബഹുമാനത്തോടെ പറയാണ്. ഒരു മിനിറ്റ്, എന്റെ പേര് പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ വിളിക്കുന്നത്. എനിക്ക് അഡ്രസ് ഉള്ളവനാ, മനസ്സിലായല്ലോ? എനിക്കും അഡ്രസ് ഉണ്ടല്ലോ. എന്നോട് ഞാൻ പറഞ്ഞേ, നീ ഇത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിനക്ക് മോശമായിരിക്കും. എന്നോട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാണ്. ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല സർ. അതുകൊണ്ട് തന്നെ ഞാൻ റോങ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നീ പൈസ
പൈസ മേടിച്ച് നീ എഴുതിയിട്ടുണ്ടെന്ന് നിന്നെ കൊണ്ട് ഈശ്വര പറയാൻ പഠിപ്പിക്കാം ഞാൻ നാളെ. നീ വെയിറ്റ് ചെയ്യാം. അത് ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ലെന്നേ. നിങ്ങൾ എന്നാ ഞാൻ പൈസ വാങ്ങിച്ച ആരുടെ എന്നാന്ന് പറ, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. നീ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ആരുടെ നിന്ന് പൈസ വാങ്ങിയെന്ന് നിങ്ങൾ പറയൂ, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. ഞാൻ റെഡി. അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞു തരണ്ട, അങ്ങനെ പറയണ്ട. ഇപ്പൊ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് എനിക്ക് കാശ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം പൈസ തന്നെ. നീ ആരുടെ അത് ഞാൻ കറക്റ്റ് ഞാൻ തന്നെ നിന്നെ മുമ്പ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇതൊരു വളരെ സീരിയസ് ആയിട്ടൊരു അലിഗേഷൻ ആണ് പറയണത്. കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ണി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യുക. അതാണ് നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഒരാളെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുമ്പോഴേ വളരെ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി. കാര്യം നിങ്ങൾ ആ സംസാര രീതി കേൾക്കുമ്പം തന്നെ ഉണ്ടല്ലോ, ആരായാലും സത്യം പറഞ്ഞ ഉണ്ണി എങ്ങനെ ഈ പുള്ളി ഇങ്ങനെ ഇത്രയും സഹിച്ച് ഇയാൾ സംസാരിക്കുന്ന ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അതിന് സമ്മതിക്കണം കേട്ടോ ഉണ്ണി. എന്തായാലും ഇത്രയും ദിവസം റിവ്യൂ ചെയ്യാതിരുന്നിട്ട് മൂവിയുടെ റിവ്യൂ ഒന്ന് ചെയ്തപ്പോൾ കിട്ടിയൊരു പണിയൊന്നും ആലോചിച്ചാണേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടം ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴേ ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നോട്ട് ചെയ്ത് വീഡിയോ ഇട്ടതാണ്. ഇവരുടെ 3 പേരുടെ ഫോട്ടോ എടുത്ത് വെച്ച് ഞാൻ വീഡിയോ ഇട്ടു. ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് തന്നെ അതിനകത്ത് അത്യാവശ്യം നല്ല കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു. കാര്യം ഇവർ റിവ്യൂ ചെയ്യാത്ത എന്താണെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തൊരു കാര്യം. എന്തായാലും ഞാനായിട്ട് ആ ഒരു വിഷയം തുടങ്ങി വെച്ച് നൈസായിട്ട് ഇപ്പം എന്താ ഇങ്ങനെയുള്ളൊരു പണിയായി. എന്തായാലും കൊള്ളാം കേട്ടോ. എന്തായാലും എന്തോ ഭാഗ്യത്തിന് എനിക്ക് കോള് വന്നില്ല. സാധാരണ സത്യം പറഞ്ഞാൽ പുള്ളി എൻ്റെ കോളിലാണ് വിളിക്കേണ്ട. പക്ഷെ ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞു ഞാൻ ആ പടം കണ്ടിട്ടില്ല. പക്ഷെ ആൾക്കാരുടെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ സംശയമായി എന്താണ് എന്ന്. അത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ മൂവിയെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, മൂവി നല്ലതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മൂവി കാണണം. അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് ബേസിക്കലി. എന്തായാലും ബാക്കിയുടെ കാണാം. നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ആരുടെ നിന്ന് പൈസ വാങ്ങി നിങ്ങൾ പറ, ആരുടെ നിന്ന് പൈസ വാങ്ങി എന്ന് പറ, എന്നാൽ ഡിലീറ്റ് ചെയ്യാം. ഇല്ലില്ല, ആരുടെ നിന്ന് പൈസ നിങ്ങൾ എന്നെ കുറിച്ച് വളരെ മോശം ഒരു ആരോപണമാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഒരു തെണ്ടിത്തരമല്ല, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിന്റെ അഭിപ്രായം പറയാനുണ്ടല്ലോ. ഞാൻ കോടിക്കണക്കിന് എന്റെ സിനിമയുടെ എല്ലാവരും സിനിമ ചെയ്യുന്ന കോടിക്കണക്കിന് മുടക്കിയിട്ടാണ്. ഒരു മിനിറ്റ്, നിന്റെ അഭിപ്രായം എനിക്ക് വേണ്ടടാ. നിങ്ങളോട് പറയുന്നില്ല, നിങ്ങളോട് പറയുന്നില്ല. നീ എന്നോട് പറയണ്ട, നീ ഒരു പടത്തിലെ മനുഷ്യരോട് പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ നീ വിവരം അറിയും. എന്നോട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡിലീറ്റ് ചെയ്ത സാധനം. ഞാൻ പൈസ വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ റെഡിയാണ്. നീ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ നീ വിവരം അറിയും. ഇപ്പൊ നിന്നോട് ഞാൻ പറയുകയാണ്. ഞാൻ ഇത് വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ പറഞ്ഞ ഇല്ലേ, നാളെ രാവിലെ ഞാൻ അതേ സ്നേഹത്തോടെ സൗഹൃദത്തോടെ സാർ പറയുന്നു. ഞാൻ പണം വാങ്ങിയെന്ന് നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞോളാം. അത് ഞാൻ പറഞ്ഞോളാം. അത് എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എനിക്ക് അത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാ നീ ഡിലീറ്റ് ചെയ്തില്ലല്ലോ. ഇല്ല ചെയ്യില്ല. നീ ഡിലീറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല, നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയെന്ന് പറയാം. ശരി, അപ്പം ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാൻ റെഡിയാണ്. ഈ നമ്മൾ ഈ സംസാരിച്ചത് ഞാൻ യൂട്യൂബിലിടും. പ്ലസ് ഈ റിവ്യൂ ഞാൻ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ശരി ഓക്കെ, താങ്ക്സ്. ശരി. ഈ ഒരു കാര്യത്തിൽ എനിക്ക് കോമഡി തോന്നിയത് അതിനകത്ത് അവസാനം ഉണ്ണി ഒരു നൈസായിട്ടൊരു സെറ്റിൽമെന്റ് പറഞ്ഞിട്ട് അങ്ങ് കട്ട് ചെയ്യുക. അതായത് നൈസായിട്ട് അത് പുള്ളി അത് അങ്ങ് ഡീൽ ചെയ്ത് ആലോചിക്കുമ്പോഴായിരിക്കും അതിനകത്ത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് ഞാൻ ഈ ഒരു വോയിസ് ഞാൻ യൂട്യൂബിലിടും, പകരം ഞാൻ നിങ്ങളുടെ റിവ്യൂ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു പരിപാടി. അതാണ് ശരിക്കും ഉണ്ണി ഉദ്ദേശിച്ചത്. എന്തിനങ്ങനെ ചെയ്യണം? ഒരിക്കലും ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾ ചെയ്തൊരു സാധനത്തിനകത്ത് നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ വീഡിയോ ഡിലീറ്റ് ചെയ്യണം? ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് കോമഡി ഫീൽ ചെയ്യുന്നത്. എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങരുത്. ഇങ്ങനെ ഈ റിവ്യൂ കാര്യങ്ങളും എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഒരു കാരണവശാലും ഇറങ്ങാതിരിക്കാൻ നോക്കുക. കാര്യം റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ആ വീഡിയോ അവിടെ കിടക്കണമായിരുന്നു. ആ വീഡിയോ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന വോയിസ് ക്ലിപ്പ് എടുത്ത് പുറത്തിടണമായിരുന്നു. അതായിരുന്നു ശരിക്കും ചെയ്യേണ്ടത്. ഇതിപ്പോൾ അതിനെക്കാട്ടും വലിയ എന്താ പറയണ്ട മണ്ടത്തരമാണ്. ഇത് നൈസായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് എന്താ പറയണ്ട ഒരു പേടിച്ചിട്ടെന്നുള്ളൊരു രീതിയിലായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതാണ് ഇപ്പോൾ ശരിക്കും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഷസാം അളിയൻ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ മൂവീസിനെ പറ്റിയിട്ടുള്ള റിവ്യൂ പറഞ്ഞേക്കുന്നത്. എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. ഒരു സിനിമ പോയി കണ്ടെന്ന് എന്തൊരു സജഷനായിരുന്നു, എന്തൊരു തള്ളയ്ക്കുകയാണ്. ഓരോരുത്തന്മാരൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്റെയും കോക്കിന്റെയും ഉണ്ണീരെയൊക്കെ പേരിൽ വീഡിയോ. എന്തുകൊണ്ട് നിങ്ങൾ ഈ സിനിമയുടെ റിവ്യൂ പറയുന്നില്ല? പേടിയാണോ ചാടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഇത്ര കിടിലം പടം. ഞാൻ പിന്നെ ദുബൈയിൽ നോക്കി. ദുബൈയിൽ ഈ സാധനം റിലീസില്ല. ഒന്നാമത്തെ കാര്യം ട്രെയിലർ എന്നെ ഒട്ടും ഇംപ്രസ് ചെയ്യിപ്പിച്ചിട്ടില്ല.
ഇതാണെങ്കിലും കൊണ്ടലാണെങ്കിലും എനിക്ക് ട്രെയിലർ കണ്ടിട്ട് കാണാനായിട്ട് തോന്നിയില്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാതെ പറഞ്ഞ സാധനമൊക്കെ എങ്ങനെയാണ് മടുപ്പിക്കണത്. നിങ്ങൾ ഈ ചാനൽ തന്നെ നോക്കട്ടെ, എല്ലാ സിനിമയും റിവ്യൂ ചെയ്യണ ചാനലാണ് അവിടെ ഇത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എല്ലാ സിനിമയും കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയണത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എല്ലാ സിനിമയും? ഷസാം പറയുന്നുണ്ട് എന്റെയും ഉണ്ണിയുടെയും അശ്വിൻ കോക്കിന്റെയും ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വീഡിയോസ് ചെയ്തു തന്നെ. ശരിയാണ്, ആ ഒരു വീഡിയോ ഇട്ടത് ഞാൻ തന്നെയാണ്. എന്നിട്ട് ഇതിനകത്ത് ഷസാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാ മൂവിയുടെയും റിവ്യൂ ഒന്നും ഞാൻ ചെയ്യാറില്ല എന്ന്. ഇവിടെ ഇറങ്ങുന്ന ഏറ്റവും കിടിലൻ പടങ്ങൾ മെയിനായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷസാം എന്ന് പറയുന്ന ഒരാൾ, അല്ലേ? ഷസാം ആയാലും ഉണ്ണി ആയാലും കോക്കായാലും ഇവർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിരിക്കും. പ്രത്യേകിച്ച് ഷസാമിൻ്റെയൊക്കെ വീഡിയോ നല്ല ട്രെൻഡിങ് ആണ്. പല മൂവീസിന്റെ റിവ്യൂസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം. എന്നും പറഞ്ഞ് എല്ലാ മൂവി റിവ്യൂ ചെയ്യുന്നല്ല, അത്യാവശ്യം ആൾക്കാർ കയറുന്നുണ്ടെങ്കിലും അല്ലെ അത്യാവശ്യം മറ്റേ ചർച്ചയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ മൂവി റിവ്യൂ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പുള്ളിയുടെ തന്നെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും എത്രയൊക്കെ കിടിലൻ പടങ്ങൾ ഈ പുള്ളി റിവ്യൂ ചെയ്തിട്ടുണ്ട് എന്ന്. പിന്നെ ഈ ഒരു മൂവി മാത്രം എന്തിനാ അവോയ്ഡ് ചെയ്തത്? എല്ലാ മൂവിയും റിവ്യൂ ചെയ്തിട്ടില്ലെന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റിനകത്തോട്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഷസാം പറഞ്ഞതിനകത്തോട്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ യോജിച്ചോ. എന്തായാലും ബാക്കിയുടെ കേൾക്കാം. ചില പടങ്ങൾ ഞാൻ OTT-യിലേ കാണത്തുള്ളൂ. അത് ട്രെയിലറൊക്കെ കണ്ടിട്ട് ഞാൻ തിരുവേ ഇത് OTT ഇറങ്ങുമ്പോൾ കാണാം, അല്ലെങ്കിൽ ഇത് ഇന്ന ഡയറക്ടറിന്റെ പടം അല്ലെങ്കിൽ ഇന്ന ആക്ടറിന്റെ പടം കൊള്ളാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. എടേ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ എല്ലാവരും തിയേറ്ററിനകത്ത് കയറി കുത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളും അവരുടേതായ ഒരു മൈൻഡ് സെറ്റും. ചില സിനിമകൾ തിയേറ്ററിൽ കാണണമെന്നുള്ളൊരു ഫീലിംഗ് വരും, ചിലത് OTT കാണാൻ. ഞാൻ ഈ പടം OTT കാണാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ നിങ്ങളുടെ സജഷൻ കാരണം ഞാൻ ഈ സിനിമ പോയി കാണുകയും ഇന്ന് ഇവിടെ റിലീസാണ്. ഇന്ന് നമ്മുടെ ദുബായിൽ ഇന്നാണ് റിലീസ്. ഓണത്തിന് റിലീസായില്ല. ഞാൻ പോയിരുന്ന കണ്ട് ഏതായാലും ഷസാമിനും ബേസിക്കലി ഈ പടം അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, റഹ്മാൻ എന്ന് പറയുന്ന ഒരു ആക്ടറെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് പണ്ടത്തെയൊക്കെ പടം റഹ്മാൻ്റെയൊക്കെ നമ്മൾ കണ്ടിരിക്കുമായിരുന്നു. ആ റഹ്മാൻ്റെ ഒരു നല്ലൊരു തിരിച്ചുവരവ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പടത്തിനെ ഒരുപാട് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ കുറേ ആൾക്കാരെ ഈ സാധനം ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടുണ്ട്. എന്നാൽ കുറേ ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഒരു മിക്സഡ് റിവ്യൂ ആയിട്ടാണ് ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇത്രയാണ് സംഭവം. എന്തായാലും കോക്കളിയെ മാത്രം ഒന്നും മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് അശ്വിൻ കോക്ക് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. അശ്വിൻ കോക്ക് നൈസായിട്ട് മിണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഒമർ ലുലുവായിട്ട് അശ്വിൻ കോക്കിന് നല്ല കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും പുള്ളി നൈസായിട്ട് മിണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.